ഏത് വിഷയങ്ങൾ വന്നാലും വിട്ടുവീഴ്ച കൊടുക്കാതെ അമലുകൾ കൊണ്ട് നടന്നവർ, അങ്ങനെയുള്ള മഹാന്മാരുടെ പിന്മുറക്കാരായി അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ചെയ്യുന്ന ഒരു അമല് തീരെ വിട്ടിട്ടില്ല എന്ന് പറയാൻ, ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന സുഹൃതങ്ങൾ നമുക്ക് വേണം. ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന അത്തരത്തിലുള്ള സുഹൃതങ്ങൾ വേണം. നഷ്ടപ്പെടാത്ത ധാരാളം കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു നല്ല കർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കി അതിന്റെ പിന്നാലെ എന്നും ഇങ്ങനെ കൂടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും നല്ലൊരു നോട്ടം നോക്കുമ്പോ നമ്മുടെ മനസ്സും ശരീരവും ആ സുഹൃതത്തോട് അത്രയും താല്പര്യപ്പെട്ടിട്ടാണെങ്കിൽ റബ്ബ് തആല അതൊന്ന് വിജയത്തിന്റെ അടയാളമായി പ്രഖ്യാപിച്ച് നമുക്കൊന്ന് നല്ല മാർക്ക് തന്നാൽ നമുക്കൊക്കെ വിജയിക്കാൻ പറ്റൂലേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ കർമ്മത്തിനും എത്രമാത്രം വലിയ മഹത്വം നമുക്ക് പഠിപ്പിച്ചെന്നത്. എളുപ്പം നിർവഹിക്കാൻ പറ്റുന്ന, ആർക്കും അതിലൊരു പ്രയാസമില്ലാത്തൊരു കർമ്മല്ലേ വുളു എടുത്ത ശേഷം രണ്ട് കൈകളും കണ്ണും മേൽപോട്ട് ഉയർത്തി ഖിബിലാക്ക് തിരിഞ്ഞു നിന്ന് രണ്ട് ഷഹാദത്തും ശേഷമുള്ള ദിക്റൊക്കെ ചൊല്ലിയിട്ടുള്ള ദുആ, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന. അതിന്റെ മഹത്വം പറഞ്ഞപ്പോ ആ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ തുബിഅ ബിത്വബഇൻ ഫലം യുക്സർ ഇലാ യൗമിൽ ഖിയാമ ഹത്താ യദ്ഖുലൽ ജന്ന. ഹദീസിൽ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഒരു സീല് കൊണ്ട് അതിന് സീല് വെക്കപ്പെടും. ആ ദിക്ർ ചൊല്ലി ആ സീല് കൊണ്ട് സീല് വെക്കപ്പെട്ട ഈ സവാബ്, ഈ പ്രതിഫലം ഫലം യുക്സർ പൊട്ടിക്കപ്പെടൂല. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് വ്യാഖ്യാനം എഴുതി, ഫലം യുക്സർ എന്ന് പറഞ്ഞാൽ ലം യസുൽ ഇലൈഹി ഇബ്താലുൻ, ബാത്തിലാക്കുന്ന ഒന്നും തന്നെ ആ സവാബിലേക്ക് ചേരൂല, അതങ്ങനെ തന്നെ നിൽക്കും. ബാത്തിലാക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ നമ്മുടെ വാക്കിൽ പ്രവൃത്തിയിൽ വന്നെങ്കിലും ഇതിന്റെ സവാബ് കൊണ്ടൊന്നും പൊളിക്കൂല, അതങ്ങനെ നിൽക്കും. ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ കടക്കുന്നത് വരെ എന്ന് പറഞ്ഞപ്പോൾ എന്തു മനസ്സിലായി സഹോദരങ്ങളെ? ഈ സുഹൃതം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ആള് ചോദിക്കുന്നത്, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത്. അല്ലാഹുവേ, പശ്ചാത്താപബോധത്തോടെ നിന്നിലേക്ക് വരുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ, നിന്നിലേക്ക് മടങ്ങുന്ന മനസ്സും ശരീരവുമായി തിരിച്ചു വരുന്നവരിൽ എന്നെ നീ പെടുത്തണേ. ഓരാ വജഅൽനി മിനൽ മുതത്വഹിരീൻ, ഞാൻ എന്റെ അംഗങ്ങളൊക്കെ ശുദ്ധിയാക്കി, ഈ ഒരു ശുദ്ധി മാത്രം പോരാ, എല്ലാ അർത്ഥത്തിലും ശുദ്ധിയുള്ളവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ, നല്ല അടിമകളിൽ എനിക്ക് നീ സീറ്റു തരണേ. സ്വർഗത്തിൽ കടക്കുന്നത് വരെ ഇതിന്റെ സീല് പൊട്ടിക്കപ്പെടൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇമാമിങ്ങൾ വിശദീകരിച്ചില്ലേ? ആ മനുഷ്യൻ ചൊല്ലുന്ന മനുഷ്യൻ അവൻ മുഅ്മിനായി മരിക്കും എന്നൊരു സന്തോഷമാണ് അതിന്റെ ഉള്ളിലുണ്ട്. കാരണം സ്വർഗത്തിൽ കടക്കുന്നത് വരെ സീല് പൊട്ടിക്കപ്പെടൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ആള് മുഅ്മിനാകണ്ടേ. അപ്പോൾ അവന്റെ ആഖിബത്തും അതുകൊണ്ട് നന്നായി കിട്ടും, മരിക്കുമ്പോൾ മുഅ്മിനായി കിട്ടുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുമ്പോ പൂർവികരിലേക്ക് തിരിഞ്ഞു നോക്കൂ. നമ്മൾ ഉമ്മാമമാര് ചെറിയ പാത്രത്തിൽ ഒതുവെടുത്ത് വീട്ടിലേക്ക് കയറുന്നതിന്റെ മുമ്പതാ കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു പോയി. അവരങ്ങനെ ദ്വാരക്കാത്ത ഒരൊറ്റ ഉളൂ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, നിത്യമായ അമലുകൾക്ക് അങ്ങനെ മഹത്വമുണ്ടല്ലോ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, സ്വർഗത്തിൽ ബിലാലെ, നിങ്ങളെ ചെരുപ്പിന്റെ കൊട്ട് ഞാൻ കേട്ടു, ചെരുപ്പിട്ട് നടക്കുമ്പോൾ അതിനൊരു ശബ്ദമുണ്ടല്ലോ, ശബ്ദം ഞാൻ കേട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അതിന് മഹാനവറുകൾ കാരണമായി പറഞ്ഞത് ദായിമായ ഒരു അമലാണ്. പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ദുആ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആർക്കൊരു പ്രയാസമല്ല. അത് കൈ ഉയർത്തിയിട്ടൊന്ന് ദ്വാരക്കാൻ ആർക്കത്ര പണി? എല്ലാവർക്കും ആ ദുആ ഹിഫ്ളുണ്ട്. ഇനി ഹിഫ്ളില്ലാത്തവർക്കൊക്കെ ദ്വാരക്കാൻ എല്ലാ പള്ളിയിലും അത് ഒട്ടിച്ചു വെച്ച് ഭദ്രമാക്കി നല്ല
സൗന്ദര്യപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആളുകൾക്ക് അതൊന്നും നഷ്ടപ്പെട്ടു പോകണ്ടെന്ന് കരുതിയിട്ട് ഒരു സൗകര്യം ചെയ്തതാ. എന്നാലും എത്ര പേരുണ്ടാകും? അവിടെയാണ് നമ്മൾ സുഹൃതങ്ങളുമായി വേർപിരിഞ്ഞു നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് കുറ്റപ്പെടുത്തിയതല്ല. നമ്മുടെ സങ്കടം നമ്മളൊന്ന് പരസ്പരം പങ്കുവച്ചതാണ്. ഒരുപാട് അമലുകൾ ഏറെ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അമലുകളൊന്നും ഇല്ലാതെ ആഖിറത്ത്